മരണത്തിന് തയ്യാറെടുക്കാൻ പ്രവാചകനായ യെശയ്യാവ് ഹിസ്കിയാ രാജാവിനോട് പറഞ്ഞു. ദൈവഹിതം സ്വീകരിക്കുന്നതിന് പകരം ഹിസ്കിയാവ് അതിയായി കരഞ്ഞു, കൂടുതൽ സമയത്തിനായി യാചിച്ചു. ദൈവം അവന്റെ അപേക്ഷ അനുവദിച്ചു. അവന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടി. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്നു, പക്ഷേ അതിനർത്ഥം അത് അവന്റെ പൂർണ്ണമായ ഇഷ്ടമാണെന്ന് അർത്ഥമാക്കുന്നില്ല. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നാം പഠിക്കണം. ആ അധിക 15 വർഷങ്ങളിൽ ഹിസ്കിയാവിന് മനശ്ശെ എന്നൊരു മകൻ ജനിച്ചു. 12 വയസ്സുള്ളപ്പോൾ മനശ്ശെ രാജാവായി. യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അവൻ പുറജാതീയ ബലിപീഠങ്ങൾ പുനർനിർമ്മിച്ചു, മന്ത്രവാദം നടത്തി, സ്വന്തം മകനെ പോലും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. മനശ്ശെയുടെ ദുഷ്ടഭരണം കാരണം യഹൂദ ഒടുവിൽ അടിമത്തത്തിലായി. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പകരം നമ്മുടെ ഇഷ്ടം നിർബന്ധിക്കുമ്പോൾ ദീർഘകാല പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. ദൈവത്തിന്റെ ഭാവി അറിയാം. ചിലപ്പോൾ അവന്റെ ഇല്ല നമ്മുടെ സംരക്ഷണത്തിനായിരിക്കും. അതുകൊണ്ട് കർത്താവേ എന്ന് ചോദിക്കുന്നതിന് പകരം കർത്താവേ നിന്റെ ഇഷ്ടം എന്താണ് എന്നവൻ ചോദിക്കണമായിരുന്നു. ഗെത്ശമനയിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ തികഞ്ഞ മാതൃക കാണിച്ചു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ.